കലിതുള്ളി ഈ വർഷത്തെ മഴക്കാലം വന്നേക്കാണല്ലേ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. രേഷ്മിയാണ് കേട്ടോ. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മൂടി അടച്ച് ഫ്രണ്ടിൽ വന്ന് കുറച്ച് നേരം കസേരയൊക്കെ ഇട്ടൊന്ന് ഇരുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സുന്ദരിമണി എൻ്റെ കൂടെ വന്നിരുന്നതാണ്. കറണ്ടും ഒന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം കറണ്ടൊക്കെ വന്നപ്പോഴാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറിയത് തന്നെ. ഇച്ചിരി എന്തോ മഴയൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരു വല്ലാത്തൊരു അലസത ആയിരുന്നു. അപ്പം നമുക്ക് അലസത വെച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കത്തില്ല. നമ്മുടെ വയറ്റിലേക്ക് ഞമ്മിന് വല്ലതും പോകണ്ടേ. അപ്പം ഞാനിങ്ങനെ ഇത് എന്താ തടിയങ്കായോ അങ്ങനെ എന്തോ പറയുന്നൊരു കായാണ്. നമ്മുടെ പച്ചക്കറിക്കകത്ത് കിട്ടുന്ന സൈസ് കാ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ മണ്ണിലുണ്ടായതാണിത് കേട്ടോ. അപ്പം അത് ഇങ്ങനെ മുറിച്ചിട്ട് അതിങ്ങനെ തോരൻ വെക്കാമെന്ന് കരുതി. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ ജോലിയെല്ലാം പെട്ടെന്ന് തീർക്കണം. 1-2 സ്ഥലങ്ങളിലൊക്കെ പോകേണ്ട ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാമെന്ന് കരുതി. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾ ലൈക്ക് തരുന്നില്ല കേട്ടോ. എല്ലാവരും വീഡിയോ കാണുന്നവർ കണ്ട് സ്കിപ്പടിച്ച് കണ്ടു പോകുന്നതല്ലാതെ ആരും ലൈക്ക് തരുന്നില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് തരിക, ലൈക്ക് തന്ന് ഷെയറൊക്കെ ചെയ്യുക. അപ്പം പറഞ്ഞിരിക്കാതെ നമുക്കിത് തോരന് വേണ്ടി അരിയാം കേട്ടോ. ഇതിങ്ങനെ ചതുരം പോണക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പം പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ തോരൻ വെക്കുന്ന മുണക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു അരിയക്കം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തേങ്ങ തിരുമ്മി അതിലേക്ക് പിന്നെ നമുക്ക് തോരൻ വെക്കാനൊന്നും പഠിപ്പിക്കുകയല്ല. പക്ഷേ എന്നാലും എൻ്റെ വ്ലോഗ് കാണുന്നവർക്ക് ഞാൻ എന്ത് ചെയ്താലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കാണുന്നവർക്ക് വേണ്ടിയാണ്. കുഞ്ഞനിയന്മാരും അനിയത്തിമാരൊക്കെ പാചക കലയിലേക്ക് ചുവട് വെക്കുന്ന അനിയത്തികളൊക്കെ കാണുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ. അപ്പം തോരൻ വെക്കുന്നതിന് വേണ്ടി തേങ്ങ തിരുമ്മിയിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനങ്ങനെ ഒരു കൃഷിയൊന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ എടുക്കുകയാണ് സമയം കുറവ് കൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മളെ ആ അരപ്പിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന സംഭവങ്ങളില്ലേ, തേങ്ങായും ആ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന നമ്മുടെ ആ തടിയങ്ക അതിൻ്റെ കഷ്ണങ്ങളും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം ഇതിൽ നിറച്ച് വെള്ളമാണ്. ശരിക്കും വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു പച്ചക്കറിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊന്നും വെക്കാതെ തന്നെ അടച്ച് വെച്ച്, പിന്നെ ഞാൻ എരിക്ക് വേണ്ടി അതിനകത്തിലൊരു ഉണ്ടമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. നല്ല മണമുള്ള ഒരു തരം ഉണ്ടമുളകായിരുന്നു. അപ്പോൾ അതും ഞാനതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ തോരൻ അവിടെ ഇരുന്നാകട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത കാര്യം നോക്കാം. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്കിതിൻ്റെ വെള്ളമൊക്കെ വറ്റി വെന്ത് നല്ല പരുവായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ തോരൻ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ ഒഴിച്ച് കറിക്ക് വേണ്ടി വെച്ചേക്കുന്ന പറഞ്ഞാൽ തീയലായിരുന്നു. വറുത്തരച്ചിട്ടുള്ള കിഴങ്ങും തക്കാളിയും സവാളയും എല്ലാം ഇട്ടിട്ടുള്ള ഒരു കിഴങ്ങായിരുന്നു, തീയലായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ കറിയൊക്കെ ശരി സെറ്റാക്കി കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് ഞങ്ങൾ 3 പേരുടെ ബാങ്കിൽ വരെ വന്നതാണ് കേട്ടോ. അപ്പം മഴ തോരുന്നതിനനുസരിച്ചാണ് നമ്മളിങ്ങനെ വന്നത്. മഴയോ ഒന്നും നോട്ടമില്ല, ബാങ്കിൽ ശരിക്കും ആളായിരുന്നു, തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകല്ലേ, ഇനി വീണ്ടും എല്ലാം പഴയതുപോലെ തന്നെ കാര്യങ്ങൾ. രാവിലെ നമ്മുടെ ജോലി നോക്കുന്നതും എല്ലാവരും പോകുന്നതും എല്ലാം പഴയതുപോലെ നോർമലായിട്ട്. ഇത്രയും നാളും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അലസമായിട്ടൊക്കെ ചെയ്യാമായിരുന്നു. ഇനി നമുക്കത് പറ്റില്ലല്ലോ. സ്കൂളിൽ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ നോക്കി എല്ലാം പഴയ ചിട്ടയിൽ തന്നെ പോകണമല്ലേ. അപ്പോൾ അങ്ങനെ അവന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നതായിരുന്നു. പേനയും പെൻസില്, ബാഗ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ സ്കൂളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് വന്നതായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പാണിത്, സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാണ് നമ്മൾ മിക്കപ്പോഴും സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവന് വെള്ളം വേണമെന്ന് പറഞ്ഞു. അവന് വെള്ളമല്ല, അവന് ഷാർജ വേണമെന്ന് പറഞ്ഞു. പണം പറഞ്ഞ് എനിക്കൊന്നും വേണ്ട, എന്നൊരു കാര്യം ചെയ്യും, നീയും അവനും കൂടെ പോയി എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്ക് എന്ന് പറഞ്ഞാൽ പൈസയൊക്കെ തന്നിട്ട് ആ കൊച്ചെങ്ങ് കൊണ്ടിട്ടോ പോയി. ഞങ്ങളെ അവിടെ ഒരു ബേക്കറിയിലിരുത്തിയിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഷാർജയൊക്കെ വാങ്ങിച്ചു കുടിക്കാനായിട്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ കഴിക്കാൻ റോള് വേണമെന്ന് പറഞ്ഞു. അവനൊരു റോളും വാങ്ങിച്ചു. ഞാനൊരു എഗ് പപ്സും വാങ്ങിച്ചു, മുട്ട പപ്സും വാങ്ങിച്ചു, അങ്ങനെ പറയുന്നതായിരിക്കും നല്ലതല്ലേ. പിന്നെ ഞങ്ങൾ ഷാർജയൊക്കെ കുടിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. ആ കടയ്ക്കകം, ആ ഒരു ബേക്കറിക്കകം കാണാൻ നല്ല രീതിയിലെല്ലാം സൂപ്പറായിരുന്നു. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാനായിട്ട് ഞങ്ങളതിനതൊക്കെ കണ്ടു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ആളിന് വാങ്ങിച്ച ചെരുപ്പാണിത്. രണ്ട് സെറ്റ് ചെരുപ്പ് വാങ്ങിച്ചു. പിന്നെ ബാഗ്, പിന്നെ ബുക്കൊക്കെ പൊതിയാനുള്ള ആ ഒരു പേപ്പർ, പേന, പെൻസില് അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ തിരക്കും യാത്രയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു. വീണ്ടും മഴ പെയ്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ, അണ്ണൻ എങ്ങോട്ടോട്ടോ പോയി, പാർത്ഥൻ വീണ്ടും കളിക്കാൻ പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി. അപ്പം കുറച്ച് കട്ടനൊക്കെ അനത്തിക്കൊണ്ട് വന്ന് ഞാനിങ്ങനെ പാർത്ഥൻ്റെ റൂമിൻ്റെ അവിടെ ജനലിൻ്റെ അടുത്ത് വന്നിരുന്നിങ്ങനെ
എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കട്ടനൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെയാണ് കട്ടൻ കുടിക്കുമ്പോൾ നമുക്കൊരു ഇച്ചിരി നേരം റിലാക്സ് ആയിട്ടിരുന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചാണ് ഞാനിങ്ങനെ കട്ടൻ കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കട്ടൻ കുടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നല്ല കാറ്റാണ് കേട്ടോ. മഴയുണ്ടായത് കൊണ്ടായിരിക്കണം നല്ല കാറ്റാണ്. നല്ല കൊടുങ്കാറ്റെന്ന് തന്നെ പറയാം. അതുമാതിരിയുള്ള കാറ്റാണ്. അങ്ങനെ കുറേ സമയങ്ങൾ കഴിഞ്ഞു. നേരം സന്ധ്യയായി, രാത്രിയായി. ഞങ്ങൾ അത്താഴം ഉണ്ണാനായിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും അണ്ണനും പാർത്തമ്മോനും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാൻ മറക്കണ്ട കേട്ടോ. കൂടെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാം. അതുവരേക്കും ടാറ്റ. സ്നേഹപൂർവ്വം രേഷ്മ.